നാട്ടിൽ പോയാലും അവിടെ വരെ ഒന്നും ചെന്നില്ലെങ്കിൽ ഒരു കൂട്ടം പരാതികളുടെ ശബ്ദ സന്ദേശങ്ങൾ എന്റെ ഫോണിലോട്ട് എത്താറുണ്ട്. വേറെ എവിടെയല്ല, നമ്മുടെ അമ്മാമ്മയുടെ അടുത്ത്. അങ്ങനെ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോകുമ്പോൾ കുറച്ച് ആരുകൾ ഉണക്കി പൊടിക്കണം എന്ന് പറഞ്ഞപ്പോ നമ്മൾ അടുത്ത വീട്ടിലോട്ട് പറിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോഴോ ഒരാട് എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കേൾപ്പിച്ചു. ഞാൻ നന്മയുള്ള മനസ്സിനുടമയായതുകൊണ്ട് ഒരു പ്ലാവിലേന്ന് പറിച്ചു കൊടുത്ത്. അങ്ങനെ ആരുടേത് പറിക്കാനുള്ള എന്റെ ശ്രമം പരാജയപ്പെട്ടതോടെ ആന്റി ഇടപെട്ടു. ഞാൻ നോക്കിയപ്പം ആന്റി ഒറ്റ ട്രയലും ആരോ ഒടിച്ചു പിടിച്ച് കൈ പിടിച്ചേക്കുന്നു. വീട്ടുകാരെ ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ അവിടുന്ന് സ്കൂട്ടായി. അങ്ങനെ ചെറുക്കൻ ട്യൂഷനൊക്കെ കഴിഞ്ഞു വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേച്ചി നമുക്ക് കേക്ക് ഉണ്ടാക്കിയാലോ? പിന്നെ ഞങ്ങൾ ഒന്ന് നോക്കി ഷടപടേന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കി മുട്ട ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയണത് മൈദ. പിന്നെ ഞങ്ങൾ ഒറ്റ മൈൻഡിലൊക്കെ പോയി മൈദയൊക്കെ സെറ്റ് ആക്കിയിട്ടാ. ഇനിയാണ് ടിസ്റ്റ്. ചേച്ചി, ഞാൻ പറഞ്ഞത് കേൾക്കുന്ന ഇഡ്ഡലി എന്നല്ല എന്നവൻ പറഞ്ഞു. അങ്ങനെ നമ്മളത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ടേസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ എന്നോട് പറയാ, നാളെ ഞാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നുണ്ട്, അപ്പൊ അവനത് ബോളായിട്ട് കൊണ്ടുപോയിക്കോളാം. എന്തായാലും എനിക്ക് എത്ര പറയാനുള്ളൂ, ട്രൈ അഗെയിൻ, ഫെയിൽ അഗെയിൻ. അപ്പൊ നമ്മുടെ കഥ തീരുന്നില്ല, തുടരും.